ഡൽഹിയിൽ വിമാനം റെഡി. എല്ലാ AICC പ്രധാനപ്പെട്ട ആളുകളും കയറുക. നായർ കമ്മ്യൂണിറ്റിപ്പെട്ടവർ ആദ്യം കയറുക, ബാക്കിയുള്ളവർ എന്നാലും കുഴപ്പമില്ല. ഭാരവാഹിത്തുള്ളവർ കയറുക. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, പറ്റുമെങ്കിൽ നമ്മുടെ തമിഴ്നാട് ചിദംബരം, പിന്നെ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, കേരളത്തിലുള്ള എല്ലാ MPമാരും എല്ലാവരും വിട്ടോളുക. നമുക്ക് പെരുന്ന വരെ ഒന്ന് പോകാനുണ്ട്. കാരണം പെരുന്നയിലെ പോപ്പ് കഴിഞ്ഞ ദിവസം ഇവരാര് പോയിട്ടും പിടികൊടുത്തില്ല. PJ കുര്യൻ പോയി സംസാരിച്ചു. നത്തിങ് ഹാപ്പൻ, നത്തിങ് വിൽ ഡു എന്നുള്ള നിലയിൽ പുറത്തിറങ്ങേണ്ടി വന്നു. കൊടിക്കുന്നിൽ സുരേഷ് പോയി കുറച്ച് ആവേശപ്പെട്ട് സംസാരിച്ചു. ആവേശപ്പെട്ടിട്ടും ഒരു രക്ഷയുമില്ല. കാപ്പിയോ ചായയോ വടയോ എന്തോ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നാൽ സാക്ഷാൽ നായർ കമ്മ്യൂണിറ്റി തന്നെയായിട്ടുള്ള നായന്മാരിൽ പ്രമുഖനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മുൻ മന്ത്രി, അദ്ദേഹം MLA ആണ് ദീർഘകാലമായി, ഇപ്പോൾ കോട്ടയം MLA ആണ്, മുൻ മന്ത്രിയാണ്, വളരെ സംശുദ്ധമായിട്ടുള്ള സജീവ കോൺഗ്രസിൻ്റെ സീനിയർ നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അയച്ചു. എന്നിട്ടും നമ്മളെ പെരുന്നയിൽ ചേട്ടൻ സുകുമാരൻ നായർ അണ്ണൻ മനസ്സ് തുറന്നില്ല. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല തിരുവഞ്ചൂരെ, വന്നതൊക്കെ കൊള്ളാം, എല്ലാം കേട്ടോളൂ, പക്ഷെ ഞങ്ങൾക്ക് നിരാശയുണ്ട് നിങ്ങൾ UDF ശരിയല്ല. ശബരിമല വിഷയം വന്നപ്പോൾ നിങ്ങൾ ഉരുണ്ട് കളിച്ചു. നിങ്ങൾ ഞങ്ങളൊക്കെ ഇറങ്ങി തെരുവിൽ നാമജപ ഘോഷയാത്ര നടത്തിയതിനു ശേഷം നിങ്ങൾ വന്നത്. ഞങ്ങളുടെ 12,000 പേര് കേസിൽപ്പെട്ടു. നിങ്ങൾ ശരിയല്ല, നിങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ് എന്നുള്ള നിലയിലൊക്കെ സംസാരിച്ച് സുകുമാരൻ നായരുടെ എല്ലാ അതൃപ്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളും പിന്മാറി. അപ്പോഴാണ് അങ്ങനെ പിന്മാറിയാൽ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത പട തന്നെ വരുന്നു, AICC പട വരുന്നു എന്നാണ് കേൾക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ, AICCയുടെ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് സംസാരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവർ പെരുന്നയിൽ വരുന്നു. അവർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും, ചായ കുടിക്കും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കും, വളരെ ഗൗരവമായി ചർച്ച നടത്തും. പക്ഷേ ഇതിനൊക്കെ പറ്റിയ 1-2 പേർ ഇവിടെ ഉണ്ട് കേട്ടോ. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ K മുരളീധരൻ. രമേശ് ചെന്നിത്തലയെ അയച്ച് അങ്ങനെ ഒരു വലിയ ചർച്ചയൊക്കെ വിജയിച്ചാൽ പിന്നെ രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ മുഖ്യമന്ത്രിയാക്കണമെന്ന് ബഹളം കാണിക്കും. അത് പറഞ്ഞാൽ പിന്നെ VD സതീശന് പണി വരും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് AICCയെ ഇറക്കാൻ തീരുമാനം. അതാകുമ്പോൾ പിന്നെ ശല്യമില്ല. AICCക്കാർ വന്ന് പറഞ്ഞ് ഇതെല്ലാം ക്ലാരിറ്റി വരുത്തി റെഡിയാക്കിയിട്ടിട്ട് പോകും. പിന്നെ ഇവിടെ ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത് പിന്നെ തീരുമാനിച്ചാൽ മതിയല്ലോ. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മുടെ VD സതീശൻ അവർകളൊക്കെ പറഞ്ഞത് 100 സീറ്റ് ഉറപ്പ്. പക്ഷേ ഇപ്പോൾ അത് വാട്ടർലൂ ആവുമോ എന്ന് സംശയമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ NSS ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുകയാണ്. അതിന് നേരെ പിടിച്ച് നിർത്താനോ വലത്തോട്ട് ചായ്ക്കാനോ, ആദ്യം നേരെ പിടിച്ച് നിർത്തണം, അത് തന്നെ ഒരു പണിയുണ്ട്. പിന്നെയാണ് വലത്തോട്ട് ചായ്ക്കേണ്ടത്, അത് വലിയ പണിയാണ്. ഇതിൻ്റെ ഇടയിൽ BJP നിൽപ്പുണ്ട് അങ്ങോട്ട് ചായ്ക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി കയറി ആകെ പുകയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ള കാര്യം. വളരെ വലിയ വിഷയമാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പെരുന്നയിൽ ഒരുപാട് കാറുകൾ ചെല്ലാൻ സാധ്യതയുണ്ട്. പെരുന്ന ബിസിയാണ്. സുകുമാരൻ നായരെ കാണാൻ ഒരുപാട് പേര് ഇനി ചെല്ലാൻ സാധ്യതയുണ്ട്. പലരേക്കും അദ്ദേഹം അപ്പോയിൻമെൻറ്റ് കൊടുക്കുമോ എന്ന് പോലും അറിയില്ല. ഇപ്പം സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ചെല്ലാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ പല നേതാക്കളോട് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും AICC ഒന്നടങ്കം പെരുന്നയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാന വാർത്ത.